നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ അല്ലാതെ വേറെ ആരോടെങ്കിലും സ്നേഹമുണ്ടോ എന്ന്. ഓക്കെ, സ്നേഹം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സും എടുക്കാം. ആദ്യം അവരെ മനസ്സിൽ അവരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അവരുടെ മനസ്സിൽ എന്താണെന്ന് നോക്കാം. ആൻഡ് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അവർക്ക് വേറെ ആരോടെങ്കിലും സ്നേഹമുണ്ടോ എന്ന രീതിയിൽ. അവരുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ. അവരുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, ഒരു വ്യക്തി, വേറൊരു തേർഡ് പാർട്ടി പേഴ്സൺ എന്ന രീതിക്കാവാം, അല്ലെങ്കിൽ ഫാമിലി എന്ന രീതിക്കും ആവാം. വേറെ ആരെങ്കിലും എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഫാമിലി, കുട്ടികൾ, മക്കൾ, അച്ഛൻ, അമ്മ എന്തോ ആവാമല്ലോ. സോ അങ്ങനെ ആ രീതിക്ക് എടുക്കാം നിങ്ങൾ. ഓക്കെ, നമുക്ക് അത് കാർഡ് വരുന്നതിനനുസരിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, അവരുടെ മനസ്സിൽ സ്നേഹം വേറെ ആരോടെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങളോടാണോ വേറെ ആരോടെങ്കിലും ആണോ? ഓക്കെ, ആദ്യം ജസ്റ്റ് പേഴ്സന്റെ മനസ്സറിയാം നമുക്ക്. ഓക്കെ, അവരുടെ മനസ്സിൽ എന്താണ്. ഓക്കെ, അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് നോക്കും നമ്മള്. ഓക്കെ, Page of Pentacles, Ten of Swords. ഓക്കെ, ഇവിടെ Queen of Wands, Queen of Pentacles ഉണ്ട് കേട്ടോ. ഓക്കെ, അതിരിക്കട്ടെ. അവിടെ പേഴ്സന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കാണുന്നത് അവരുടെ മനസ്സിൽ ഫാമിലി ഉണ്ട് എന്നാണ്. ഓക്കെ, അത് ഫാമിലി, ഇപ്പം നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, മാരീഡ് ആണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചുള്ള ചിന്തയാണ്. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചുള്ള ചിന്തകളാണ്. നിങ്ങളുടെ മീൻസ് മക്കള്, കുടുംബം, ഫാമിലി എന്ന രീതിയിൽ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ. ഓക്കെ, അല്ലാത്തവർക്ക് ഇപ്പം അവർ മാരീഡ് ആണെങ്കിൽ അവരുടെ ഫാമിലിയെ കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് എന്ന് പറയാം. മാരീഡ് അല്ല, നിങ്ങൾ അവരോ സിംഗിളോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ ഫാമിലി എന്ന രീതിയിൽ, അതായത് അച്ഛനമ്മ, പാരൻസ്, ബ്രദർ, സിസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫാമിലി എന്നുള്ളൊരു തോട്ട് അവരുടെ മനസ്സിലുണ്ട്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിപ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളെക്കുറിച്ച് അല്ല, അവർ മാരീഡ് ആണ് അല്ലെങ്കിൽ സിംഗിൾ ആണ്, എന്ത് തന്നെയായാലും ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അച്ഛനമ്മമാര്, പാരൻസ്, അങ്ങനെയുള്ള ഒരു ചിന്ത. അവർ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് ആദ്യം തന്നെ വന്ന കാർഡ് ഫാമിലിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് ആദ്യമേ പറയാം. ഓക്കെ, നിങ്ങളാണ് അവരുടെ മനസ്സിൽ. അല്ലാത്തവർക്ക് ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് വോൺസ് എനർജി ഉണ്ട്. ക്വീൻ ഓഫ് വോൺസ് എനർജി നിങ്ങളുടെയാണ്. അതായത് നിങ്ങൾ കാണുന്ന ലേഡീസ് ആയാലും ശരി, ജെൻസ് ആയാലും ശരി, കിങ് ഓഫ് വോൺസ്, ക്വീൻ ഓഫ് വോൺസ് എടുക്കാം. നിങ്ങളുടെ വ്യൂവേഴ്സിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സണൽ സെക്കൻഡ് തോട്ട്. ഓക്കെ, ആദ്യത്തെ തോട്ട് അവർ നമ്മൾ പറഞ്ഞു ഫാമിലി, സെക്കൻഡ് തോട്ട് നിങ്ങളാണ് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളെ അവരുടെ മനസ്സിൽ വളരെ സീക്രട്ട് ആയിട്ട് നിങ്ങളോടുള്ള ഫീലിങ്സ് അവരുള്ളിൽ സീക്രട്ട് ആയിട്ട് അവർ കൊണ്ട് നടക്കുന്നുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അത് കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ് അവരെ കാണുന്നത്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുക. ഓക്കെ, വളരെ സ്റ്റേബിൾ ആയിട്ടൊരു, വളരെ സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റില്ല. പേജ് എന്ന് പറയുമ്പോൾ ഒരു ലേശം നമ്മൾ പറയാറുണ്ട് എനർജി, യങ് എനർജിയാണ്. ചിലപ്പോൾ പേഴ്സൺ, ഐ മീൻ നിങ്ങളുടെ ഏജ്, കാണുന്ന ആൾക്കാർ, നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ ഏജ് ചിലപ്പോൾ ഒരു 20s 30s ഉള്ളിലുള്ളവരായിരിക്കാം. ഓക്കെ, ഒരു അതിനൊക്കെ ഞാൻ യങ് എന്ന് വിളിക്കും. ഓക്കെ, സോ ആ ഏജുകാരായിരിക്കാം നിങ്ങൾ. അല്ലാത്തവർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കാട്ടിലും യങ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയും വരാം. ചിലവർക്ക് സിംഗിൾസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാട്ടിലും യങ്ങർ ഏജ് ഉള്ളവരും ആയിരിക്കാം, അങ്ങനെയും പറയാം. ആൻഡ് വേറെന്താ അവിടെ? ഓക്കെ, നിങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഓക്കെ, അവർക്ക് ആ ഒരു ഫീലിങ്സ് കമ്മിറ്റഡ് ആയിട്ട് തന്നെ അവർക്കുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന രീതിയിൽ തന്നെ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ 10 of Swords ആണ് കാണുന്നത്. 10 of Swords പറയുമ്പോൾ അവർക്ക്
വിഷമമുണ്ട്. കാര്യം മീൻസ് ഒരു ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർ എന്ന രീതി. കാരണം 10 ഓഫ് വാൻഡ്സും ഉണ്ട്, 10 ഓഫ് സോഡ്സും ഉണ്ട്. അവർ ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ. അല്ലെങ്കിൽ അവർക്ക് ഈ രണ്ട് കാര്യങ്ങൾ അവരുടെ മൈൻഡിൽ ഐ തിങ്ക് വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഫാമിലി ഇപ്പം നിങ്ങൾ മാരീഡ് ആണെങ്കിലും മേ ബി അവരുടെ പാരൻസ് അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്തായാലും ആദ്യത്തെ തോട്ട് ഫാമിലി തന്നെയാണ്, ഫാമിലി എന്ന രീതിയിലാണ്. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾ തന്നെയാണ് പ്രയോറിറ്റി. ഓക്കെ, സെക്കൻഡ് നമ്മൾ പറഞ്ഞത് അവർ മാരീഡോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളാണെങ്കിൽ ഫാമിലിയാണ് പക്ഷെ അവരുടെ മനസ്സിൽ മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ, രണ്ടാമത് നിങ്ങളുണ്ട് അവരുടെ മനസ്സിൽ തോട്ടായിട്ട് അവർ സീക്രട്ടായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് അവരുള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതിനെക്കുറിച്ച് ആലോചിച്ച് അവർക്ക് വളരെയധികം കൺഫ്യൂഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്, സ്ട്രെസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ ബർഡൻസ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഈ കാര്യങ്ങൾ ഓർത്തിട്ട് ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്ന് ഓർത്തിട്ടുള്ള ചില ടെൻഷൻസ് ആയിരിക്കാം. ഓക്കെ, കിങ് ഓഫ് സോഡ്സ് എനർജിയിലാണ് പേഴ്സണിനെ കാണുന്നത് എനിക്ക്. ഞാൻ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫീലിങ്സ് കാണുന്നത് ഒന്ന് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ വല്ല വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പേഴ്സൺ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, കുറെ കൂടി മെച്യൂർഡായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം എന്ന് അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അവർക്ക് ബേർഡൻസ് ഉണ്ട് ഒരുപാട്. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് സോഡ്സും ആണ്, കിങ് ഓഫ് സോഡ്സും ആണ്. സോ എനിക്ക് എനർജി ഫീൽ ചെയ്യുന്നത് അവരെ പേഴ്സണിന് ആക്ഷൻ എടുക്കണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, ബട്ട് ഐ തിങ്ക് റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ, ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് ഇവിടെ നിങ്ങളുമായിട്ട് എന്താ ഫീലിങ്സ് ആയിരുന്നു എൻ്റെ മനസ്സിൽ ചോദ്യം ഞാൻ ചോദിച്ചത്. നിങ്ങളുമായിട്ടുള്ള ഫീലിങ്സ് 3 ഓഫ് കപ്സും 6 ഓഫ് വാൻഡ്സും ആണ്. ഓക്കെ, നിങ്ങളെ വളരെയധികം എന്താ പറയുക മിസ് ഒരു നിങ്ങളുടെ കൂടെയുള്ള സമയങ്ങൾ അവർക്ക് വളരെ സന്തോഷം കിട്ടുന്ന സമയങ്ങളാണ്. ആൻഡ് 6 ഓഫ് വാൻഡ്സ് എനർജി ഉണ്ട്. സോ സക്സസ് വേണം എന്നാ പറയാം. ആൻഡ് ചിലവർക്ക് മാരേജ് വേണം എന്ന രീതിക്കുണ്ട്. ഇതും നമ്മളൊരു കമ്മിറ്റ്മെന്റ് തരാൻ വരുന്നതായിട്ട് ഞാൻ പറയും. സാധിക്കുന്നവർക്ക്, ഓക്കെ, ഫാമിലി ഓൾറെഡി മാരീഡ് അല്ലാത്തവർക്ക് നിങ്ങളെ മാരേജ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി അവർക്ക് ഉണ്ടെങ്കിൽ അത് വേണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. മാരേജ് വേണം, ഒന്നിച്ച് വേണം, ഫാമിലി ആയിട്ട് നിങ്ങളെ വേണം എന്നും അങ്ങനെ ആഗ്രഹമുണ്ട്. ഓക്കെ, ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അവർക്ക് പക്ഷെ നിങ്ങളുടെ കൂടെ സന്തോഷമുണ്ട് എന്ന രീതിക്കാണ് കാണുന്നത്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് എനർജി ഉണ്ട്, ക്വീൻ ഓഫ് വാൻഡ്സ് എനർജി ഉണ്ട്. സോ രണ്ട് വ്യക്തികൾ എന്ന രീതിയിൽ കാണുന്നുണ്ട്. സോ മോസ്റ്റ്ലി മാരീഡ് ആയിരിക്കാം. ഓക്കെ, മാരീഡ് ആൾക്കാരായിരിക്കും ഇവിടെ. ആൻഡ് രണ്ട് സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, രണ്ട് സിറ്റുവേഷൻ ഈക്വലായിട്ട് നമ്മൾ കൊടുക്കുന്ന പോലെയാണ് പറയാം. അപ്പോൾ രണ്ട് സിറ്റുവേഷൻ അവരെ ലൈഫിൽ മാനേജ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെതായ സ്ട്രെസ് അവരെ മനസ്സിലുണ്ട് എന്ന് പറയാം. ഓക്കെ, ഫീലിങ്സ് വൈസ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്ന് പറയാം, വ്യൂവറിനോടും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഫാമിലിയോടും കാണുന്നുണ്ട്. ഒരു ഈക്വൽ ആയിട്ടാണ് ഇപ്പോൾ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർ സ്റ്റക്കായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഞാനതൊന്ന് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചു നോക്കട്ടെ. അതൊരു സ്നേഹം എന്ന രീതിയിലല്ല എനിക്ക് കാണുന്നത്, ലൈക്ക് കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫാമിലി ഉണ്ടെങ്കിൽ അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, അതായത് നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിലൊക്കെ. പക്ഷെ പ്രയോറിറ്റി ഉണ്ട് ഫാമിലിക്ക്, അത് പറയാതെ വയ്യ. എന്നാലും പേഴ്സന്റെ ഫീലിങ്സ് മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ക്വീൻ ഓഫ് സോഡ്സ് എനർജി, സ്ട്രെങ്ത് കം, 8 ഓഫ് കപ്സ്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അതാരായാലും ശരി, ഫാമിലി ആയാലും ഹസ്ബൻഡോ വൈഫോ ആയാലും ശരി, പാരൻസ് ആയാലും ശരി, തേർഡ് പാർട്ടി എന്ന എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. ആൻഡ് തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർ പിടിച്ച് നിൽക്കുന്നുണ്ട്, ബട്ട് അവിടുന്ന് വിട്ടു പോകാനാണ് അവർക്ക് ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തന്നെ പറയാനുള്ളൂ. ഓക്കെ, നിങ്ങളോടാണ് ഫീലിങ്സ് ഉള്ളത്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ അത് വേറെ ആരെങ്കിലും ഒരു മനസ്സിലുണ്ടെങ്കിൽ തന്നെ അത് ജസ്റ്റ് ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട്, മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ ഫാമിലി അച്ഛനമ്മമാർ പാരൻസ് എന്ന രീതിക്കാണെങ്കിൽ അവരോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആലോചിച്ചിട്ടുള്ള ഒരു മെയിൻറ്റെയിനിങ് മാത്രമാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. അതിനെ ഒരു പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ബിക്കോസ് നമ്മൾ പറയില്ലേ കമ്മിറ്റ്മെന്റ് ആയിപ്പോയി എന്ന രീതിയിൽ. ഓക്കെ, അല്ലാതെ അവിടെ സ്നേഹം എന്ന രീതിക്കല്ല കാണുന്നത്. കാരണം കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. കൺട്രോളിങ് പേഴ്സൺസ് ആയിരിക്കാം, കൺട്രോളിങ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അവർ തമ്മിൽ ചേരുന്നില്ല എന്ന രീതിക്ക് മാത്രം എടുത്താൽ മതി. എനിക്ക് അവിടെ മനസ്സുകൊണ്ടല്ല നിൽക്കുന്നത്. ഓക്കെ, അവിടുന്ന് വിട്ടുമാറണം എന്നാണ് അവർക്ക് ആഗ്രഹം. ഓക്കെ, ആ റിലേഷൻഷിപ്പ് വേറെ ആരായാലും ശരി, വേറെ തടസ്സപ്പെടുത്തുന്ന എന്ത് തന്നെ ആയാലും ശരി, അതിനെ വിട്ടുമാറി അവർക്ക് വരണം എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളോടുള്ള ഫീലിങ്സ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം, അപ്പം നമുക്ക് ക്ലിയർ ആവുമല്ലോ. വ്യൂവേഴ്സിനോടുള്ള ഫീലിംഗ് മിസ് ചെയ്യുന്നു. 5 ഓഫ് സോഡ്സ് എനർജി, 3 ഓഫ് സോഡ്സ് എനർജി മിസ് ചെയ്യുന്നു. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. റീബർത്ത് ആഗ്രഹിക്കുന്നു.
ഓക്കെ, അവർക്ക് ഇതെങ്ങനെയെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് എങ്ങാനും സെപ്പറേഷനൊക്കെ ആണെങ്കിൽ അവർ വളരെയധികം അവർ വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അവർക്ക് വേറെ ഒന്നിലും താല്പര്യം ഇപ്പോൾ തോന്നുന്നില്ല, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിലും താല്പര്യമില്ല. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് ഇതെങ്ങനെ റിന്യൂ ചെയ്യാം എന്നുള്ള ചിന്ത മാത്രമാണ്. ഓക്കെ, ഇത് ഗോസിപ്പ് കാരണം നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് കാരണമായിരിക്കാം. എന്ത് തന്നെ ആയാലും ശരി, അങ്ങനെ നിങ്ങളുടെ അടുത്ത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു റീബർത്ത് ആണ് ആഗ്രഹിക്കുന്നത്, റിന്യൂവൽ ആണ് ആഗ്രഹിക്കുന്നത്. നയൻ ഓഫ് പെന്റിക്കിൾസ്, നയൻ ഓഫ് കപ്സ്, എംപറർ, ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആൻഡ് എംപ്രസ്. വാവ്, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. യെസ്, ശരിയാണ്, കൺഫ്യൂഷൻ ഉണ്ട്. നയൻ ഓഫ് സോർട്സ് ഒക്കെ പറയുമ്പോൾ നമ്മളൊരു വിഷമം, രാത്രിയൊക്കെ വിഷമിക്കുന്നതായിട്ട് അങ്ങനെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ബട്ട് അവർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ്. കാരണം അവരെ ഇഷ്ടം, ഒരു സ്നേഹം, അവർ വിഷസ് എന്ന് പറഞ്ഞാൽ നയൻ ഓഫ് പെന്റിക്കിൾസും നയൻ ഓഫ് കപ്സും പറയുന്നത് നമ്മുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന രീതിയിലാണ് നമ്മൾ പറയുക. ഓക്കെ, ഒരു ആഗ്രഹം, നമ്മളെ വിഷ് അതുണ്ടെങ്കിൽ അത് നിങ്ങളെ തന്നെയാണ്. ഓക്കെ, അവർക്ക് ഒരു മാരേജ് ആഗ്രഹിക്കുന്നു എന്ന് പറയാം, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ലേശം ഈഗോ ഉണ്ടാവാം, ഈഗോ കാരണമായിരിക്കാം ചിലപ്പോൾ ഇപ്പം നിങ്ങളടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ബട്ട് ഇവിടെ എനിക്ക് കാണുന്നത് ആക്ച്വലി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരെ ആഗ്രഹം നിങ്ങളുമായിട്ട് മാരേജ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവർ വിഷമിക്കുന്നുണ്ട്, നല്ലോണം വിഷമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടാണോ, നിങ്ങൾ മാത്രമാണോ അവരുടെ മനസ്സിൽ എന്ന രീതിയിൽ എടുക്കാൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ജസ്റ്റ് ചോദിക്കാൻ തോന്നുന്നു. ഓക്കെ, വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ വ്യൂവറിനോടാണോ ഏറ്റവും സ്നേഹം, അവരോടാണോ, എൻ്റെ വ്യൂവേഴ്സിനോടാണോ അവരുടെ പേഴ്സണിന് സ്നേഹം? ഡൗട്ടേ വേണ്ട. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു ഐ തിങ്ക് ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം. ആ സെപ്പറേഷന് ശേഷം പക്ഷെ അവർ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത്. 4 of Wands മാരേജ് കാർഡാണ്, ഇതും ഫാമിലി കാർഡാണ്. ആൻഡ് ആക്ച്വലി നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് സെപ്പറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടും നിങ്ങളോടുള്ള ഫീലിങ്സും ആണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ നിങ്ങളോട് സ്ട്രോങ് ഫീലിങ്സ് അവർക്ക് ഉണ്ട്. ഇപ്പം നിങ്ങളെ മിസ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കൂടുതൽ റിയലൈസ് ചെയ്യുക, അല്ലേ? ആ രീതിക്കുമായിരിക്കാം. ഓക്കെ, അവർ ആക്ച്വലി ചിലവർ മാരീഡ് ഉള്ളവർ ചിലപ്പോൾ ഡൈവേഴ്സൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. ചിലവർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല, വളരെ ചുരുക്കം. ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങളുമായിട്ട് മാരേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നിങ്ങളുമായിട്ട് മാരേജ് വേണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് അവർ നിൽക്കണം എന്നുള്ള ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ നിങ്ങളുടെ അടുത്ത് ആ സ്നേഹം നിങ്ങളോട് തന്നെയാണ്. ഓക്കെ, നമ്മൾ വ്യൂവറിനെ കുറിച്ചാണ് ചോദിച്ചത്. വ്യൂവറിനോടുള്ള ഫീലിങ്സ് ആണ് നമ്മളിവിടെ കണ്ടത്, കിങ് ഓഫ് കപ്സ് എനർജി. സോ ഡെഫിനറ്റ്ലി അത് നിങ്ങളോടാണ്. എൻ്റെ ഇവിടെ സണ്ണായിരുന്നു, അതിൻ്റെ താഴെ ചാരിറ്റും ഉണ്ട്. ഓക്കെ, സോ നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടണം എന്നവർക്ക് ഒട്ടുമില്ല. സാധിച്ചാൽ അവർ നിങ്ങളെ കമ്മിറ്റഡ് ആയിട്ട് തന്നെ കൂടെ കൂട്ടും, അങ്ങനെയാണ് കാണുന്നത്. അല്ലാത്തവർക്ക്, പറ്റാത്തവർക്കും അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. മനസ്സിലെ ഫീലിങ്സ് അവർക്ക് കമ്മിറ്റഡ് തന്നെയാണ്, നിങ്ങളോട് തന്നെയാണ്. ഓക്കെ, ഓക്കെ, കുട്ടികളോ അതോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം കേട്ടോ. മാരീഡ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അവർക്ക് കുട്ടികളോ കാര്യങ്ങളോ ഉണ്ട്, അവരുടെ പ്രയോറിറ്റി ആയിട്ടുണ്ട്. പക്ഷെ സ്നേഹം എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങളോടാണ്. ഓക്കെ, നമ്മൾ റൊമാൻസ് ഏഞ്ചൽസിന് കൂടി നിങ്ങളുടെ കണക്ഷൻ എന്താണെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് എടുക്കാം. അതിൻ്റെ എന്തെങ്കിലും കാർഡ്സ് കിട്ടുന്നത്. എക്സ്പ്രസ് യുവർ ലവ് യുവർ സെൽഫ് ഫസ്റ്റ്, രണ്ടും ഉണ്ട്. ഓക്കെ, കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്, വെരി സൂൺ. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യെസ്. ഫൈനാൻസസ് ആൻഡ് കരിയർ, ഓക്കെ. ചിലവർക്ക് സെപ്പറേഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, റൊമാൻറ്റിക് ഫീലിങ്സ്, എൻഗേജ്മെൻറ്റ്, ഓ മൈ ഗോഡ്, വെഡിങ്. വാവ്, നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അവർക്ക് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് തന്നെയാണ് ഡെഫിനറ്റ്ലി. ഓക്കെ, ചിലവർക്ക് എൻഗേജ്മെൻറ്റ് ആൻഡ് വെഡിങ് വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ളവർക്ക്, സിംഗിൾസ് ആണ് അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന രീതിയിൽ മാരേജ് വരെ ആഗ്രഹിക്കുന്നുണ്ട്, നടക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ക്ലെയിം ചെയ്യാം. ഓക്കെ, ആൻഡ് അല്ലാത്തവർക്കും നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളോടാണ്, അവർക്ക് സ്നേഹം എന്ന രീതിയിൽ ഫീലിങ്സ് നിങ്ങളോട് തന്നെയാണ്. എനിക്ക് നിങ്ങളോട് പറയുന്നത് എക്സ്പ്രസ് യുവർ ലവ് എന്ന് പറയുന്നുണ്ട്. പേഴ്സൺ ഇപ്പം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പക്ഷെ ഒരിക്കലും അങ്ങോട്ട് പിന്നാലെ പോലെ ഞാൻ സജസ്റ്റ് ചെയ്യില്ല.
നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, അങ്ങോട്ട് ഒരു ലേശം സ്നേഹത്തോടെ ഒരു മെസ്സേജൊക്കെ അയച്ച് നോക്കാം. പക്ഷേ റിപ്ലൈ വന്നില്ല എന്ന് പറഞ്ഞാൽ കരയരുത്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് എനിക്ക് പേടി എപ്പോഴും. സോ അതുകൊണ്ട് ഞാൻ അതൊരിക്കലും നിങ്ങളോട് സജസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അവരിങ്ങോട്ട് വന്ന് എക്സ്പ്രസ് ചെയ്യട്ടെ. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾ അവനവനെ സ്നേഹിക്കാം. ആക്ച്വലി നിങ്ങൾ അവനവനെ സ്നേഹിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവരോട് പറയാൻ പോയാൽ എനിക്ക് വിരോധമില്ല. ബിക്കോസ് അപ്പോൾ അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്താലും നിങ്ങൾക്ക് റിപ്ലൈ തന്നില്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ സ്നേഹം ഞാൻ കാണിച്ചു, ദാറ്റ്സ് ഇറ്റ്. അത് അവിടെ തീർന്നു, ആ പോയിന്റ് അവിടെ തീരണം. ഓക്കെ, അവർ തിരിച്ചെന്ത് പറഞ്ഞു, തിരിച്ചെന്ത് ചെയ്തു, തിരിച്ചെന്ത് കാണിച്ചു, അതൊന്നും നിങ്ങൾക്ക് മാറ്റർ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ വിട്ടേക്കാം. ഓക്കെ, അവരിങ്ങോട്ട് വരട്ടെ. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കുക, സെൽഫ് ലവ് ചെയ്യുക, അവനവൻ്റെ വാല്യൂ ചെയ്യുക. ഓക്കെ, കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് എല്ലാവർക്കും കേട്ടോ, നിങ്ങളെ പറയുന്നില്ല, ഞാനും നമ്മൾ ആരായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വളരെ റൊമാൻറ്റിക് ആയിട്ട് ഭയങ്കര എന്താ പറയുക, അങ്ങനത്തെ ഒരു റൊമാൻസാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ആൾക്കാരാണ്. കാരണം നമ്മളത് കണ്ടിട്ടും വായിച്ചിട്ടും കേട്ടിട്ടും നമ്മൾ അങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ, ബട്ട് ഈ പേഴ്സൺ ചിലപ്പോൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന ആളായിരിക്കില്ല, തുറന്ന് പറയുന്ന ആളായിരിക്കില്ല, ഫീലിങ്സ് വന്നിട്ട് എപ്പോഴും പറയുന്ന ആളായിരിക്കില്ല, അല്ലെങ്കിൽ വന്ന് ഒരുപാട് ഇങ്ങനെ കെയർ ചെയ്യുന്ന ടൈപ്പ് ആളായിരിക്കില്ല, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. ബട്ട് എന്ന് വെച്ചിട്ട് അവർക്ക് സ്നേഹമില്ല എന്നല്ല അർത്ഥം. അവരുടെ ഉള്ളിൽ അത് ഉണ്ടാവും. അത് കാണിക്കുന്ന രീതികൾ ചിലപ്പോൾ വേറെ ആയിരിക്കാം. സോ ഒന്ന് ഓപ്പൺ മൈൻഡ് വെക്കാം. ഓക്കെ, ആൻഡ് വെരി സൂൺ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എത്രയും വേഗം നടക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ പക്ഷേ ആദ്യം നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് എന്താ വേണം എന്നുള്ളത്. ഓക്കെ, അത് എത്രയും വേഗം നടക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഞാൻ ചിലവർക്ക് ഇതൊരു നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങളുടെ. ഓക്കെ, ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയുന്ന ഒരു ഇതുണ്ടാവില്ല. മേ ബി ചെറിയ ചെറിയ സെപ്പറേഷൻസ് ഒക്കെ വരാം, പക്ഷെ അങ്ങനെ ഫുള്ളായിട്ട് വിട്ട് പിരിഞ്ഞ് അങ്ങനെ എന്താ പറയുക, അങ്ങനെയൊന്നും പോകുന്നതായിട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ച് കാലം കഴിഞ്ഞിട്ടായാലും അത് വീണ്ടും തിരിച്ചു വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഫൈനാൻസസ് ആൻഡ് കരിയർ ചിലവർക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലവർക്ക് ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ ബേർഡൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ. സോ അത് അവരെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാൻ അവരെ ഫൈനാൻസ് കരിയറൊക്കെ നല്ലതായിരിക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ചില ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാത്തത്. അവർക്ക് ചില ബേർഡൻ അവർ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ സെപ്പറേഷൻ വരും എന്നാണ് പറയുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ഓൾറെഡി നിങ്ങൾ സെപ്പറേഷൻ ആയിരിക്കാം കൂടുതൽ പേരും. ഐ മീൻ ഇത് കാണുന്നവർ കുറച്ച് പേരെങ്കിലും സെപ്പറേഷനിലായിരിക്കാം. ഓക്കെ, സെപ്പറേഷനിലാണെങ്കിൽ അവർ തിരിച്ചു വരും. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യുക തൽക്കാലം. ഓക്കെ, എല്ലാവർക്കും ഇപ്പം നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.